ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിൻ്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാൻ ഒരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. അത് BJPയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടൻ ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSSന്റെ വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDFനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന് അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എൻ്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MB രാജേഷ് ഏതാ, DV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിൻ്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് VV രാജേഷിന്റെ MB രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ. ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ നോക്കുക. നമ്മുടെ കേരളത്തിൽ ഞാനടക്കമുള്ള 70-80% ജനങ്ങളും ആഗ്രഹിക്കുന്നത്, അതായത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും, അതായത് ഒരു ഉമ്മയുടെ മക്കളാണ്, ഒരു അമ്മയുടെ മക്കളാണ്, അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിന് BJP നമുക്കൊക്കെ അറിയാം ഒരു വർഗീയതയുടെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി വിജയിക്കാതിരിക്കുന്നത് നമ്മളെപ്പോലത്തെ എല്ലാവർക്കും ഒരു ബാധ്യതയും കൂടിയാണ്. നോക്കുക, അവിടെ CPM ഒരു നാടകം കളിക്കുകയാണ്. CPMന് ഉറപ്പുണ്ട് ഞങ്ങൾ ജയിക്കൂല. എന്തായാലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വോട്ട് എങ്ങനെയെങ്കിലും കുറക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി CPM ഇറങ്ങുകയാണ്, പെട്ടികേശ് പറയുകയാണ്, എന്തൊക്കെ ഉടായ്പകൾ പറയണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് CPMന് എങ്ങനെയെങ്കിലും BJPയെ ജയിപ്പിക്കണം. അപ്പോൾ നമുക്കറിയാം CPM എത്ര കളി കളിച്ചാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. അതായത് 10, 20, 30,000 വോട്ടിന് ഡിഫറൻറ്റാണ് അവിടെ CPMനുള്ളത്. അപ്പോൾ CPMന് ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ കളിച്ചാൽ ചിലപ്പോൾ BJPയെ വിജയിപ്പിക്കാൻ പറ്റും. ആ ഒരു കളിയാണ് CPM കളിച്ചത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് സർ കാണിച്ചത്? കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു. നിർത്തിയില്ല സാർ. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത്? എന്താണ് സാർ നിങ്ങൾ ചെയ്തത്? സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പത്രത്തിൽ നോക്കുക. എന്ത് ക്ലിയർ ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികളാണ് CPM കാണിച്ചത്. ഞാനിത് പാർട്ടിപരമായല്ല പറയുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും ക്ലിയറായി കൃത്യമായി പറയണം. അതായത് കേസ് കൊടുക്കുന്ന ആൾ തന്നെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അയാൾ തന്നെ കേസ് കൊടുക്കുകയാണ്. അതിനുശേഷം കേസ് അന്വേഷണത്തിൽ അതങ്ങ് പൊളിയുകയാണ്. CPMന്റെ എത്ര വൃത്തികേടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ വോട്ടിൽ നിന്ന് വിജയിക്കണമെങ്കിൽ, അതായത് BJP ആയാലും CPM ആയാലും UDF ആയാലും, നമ്മൾ സ്വന്തം അധ്വാനിച്ച് നമ്മുടെ കഴിവ്, ഉദാഹരണത്തിന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കാണിക്കുന്നത് പോലെ അത്ര നാടിനെ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ട് വോട്ട് പിടിക്കുക, അല്ലാതെ വർഗീയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന യുവ സമൂഹത്തിനോട് നിങ്ങൾ പാർട്ടിയുടെ ചിഹ്നം നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ നല്ല നേതാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നമുക്കും നമ്മുടെ നാടിനും വളരെ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഡിഫറൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും നല്ല രീതിയിൽ ഹൈപ്പോട് കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പിൽ നിന്നതും വിജയിച്ചത്.
ജയിച്ചതും. അതിനുശേഷം അവരുടെ 2 പേരുടെയും ഒരു ഭരണം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ ബൈ.